ഓക്കെ ഫസി, ഇപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വരുന്നതിന് മുന്നേ തൊപ്പീനെ അറിയായിരുന്നോ? ആ വീഡിയോ ഇഷ്ടായിരുന്നു അപ്പൊ തൊപ്പീനെ? ഇഷ്ടല്ലേ നീ? അങ്ങനെ ഇഷ്ടമില്ലാത്തൊരാളടുത്ത് എങ്ങനെയാ ഇങ്ങനെ കമ്മിറ്റഡ് ആയത്? ഇങ്ങനെ തൊപ്പി കേൾക്കുന്നുണ്ടോ? ഇഷ്ടല്ലേന് പോലും. എന്നിട്ട് പിന്നെ എങ്ങനെയാ ഇങ്ങനെ ഒരു കമ്മിറ്റഡ് ആയത്? പിന്നെ എങ്ങനെ ഇയാളെ കല്യാണം കഴിക്കാൻ പോവല്ലേ? കല്യാണം കഴിക്കില്ലേ? എന്താ നിങ്ങൾക്ക് ഒരു ഉറച്ച തീരുമാനം അതില്? ഒരു ഉറപ്പില്ലാത്ത പോലെ. ഓക്കെ, കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ട്. കാരണം ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കുന്നതേ ഉള്ളൂ, ഇതൊരു ഫെയിമിന് വേണ്ടിയിട്ടാണ് തൊപ്പീനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു കേട്ട് ആണോ ഫസി? അതാണ് ഏറ്റവും വലിയ സങ്കടം. അങ്ങനെ പറയുന്നത് ഉള്ളിൽ കരയാണോ? ആണോ ഫസി, ഉള്ളിൽ കരയാണോ? വിഷമാവും. ശരിക്കും തൊപ്പീന് ഇഷ്ടല്ലേ? എന്താ തൊപ്പീന് ഇഷ്ടപ്പെടാൻ കാര്യം? അങ്ങനെ നമുക്കൊരാളുടെ ഇഷ്ടം പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തായാലും ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ഒരു കാര്യം ഉണ്ടല്ലോ, അത് നിമിത്തം. ഇവക്കും അതിന് ഉത്തരമില്ല, എനക്കും ഉത്തരമില്ല. അതാണ് പ്രശ്നം. നമ്മളോട് രണ്ടാള് ഇത് കൊറേ ആള് ചോദിക്കലുണ്ട്. നമ്മളോട് രണ്ടാള് എന്താ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം, എന്നോട് എന്താ അവളെ ഇഷ്ടപ്പെടാൻ കാരണം. നമുക്ക് രണ്ടാൾക്കും കാരണം അറിയില്ല. എവിടുന്ന് കണ്ട്? അതറിയില്ല. ആക്സിഡന്റ് ആയിട്ട് എന്റെ വണ്ടി ഇവളെ വണ്ടിന്റെ ബാക്കിൽ പോയിട്ട് ഇടിച്ചു. അതെ, ഞാൻ ചോദിക്കട്ടെ, ഈ ആക്സിഡന്റ് ആവുന്നവരൊക്കെ അങ്ങ് പ്രേമിച്ചാൽ ഇപ്പൊ എന്താ കഥ? അതേ സ്ഥാനത്ത് വേറെ കുറച്ച് ഏജ് ആയ ഒരാളെയാണ് വണ്ടി ഇടിച്ചതെന്ന് വെച്ചാ പ്രേമിക്കുമായിരുന്നോ? അത് അങ്ങനെയല്ല മോളെ, പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വർക്കായത്. ഇതിന് മുന്നേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? ആരും ഗേൾ ഫ്രണ്ടോ ഉണ്ടായിട്ടില്ല? ഒരുപാട് ഞാൻ കൊറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട്. എന്നെ അറിയോ? എന്നെ എങ്ങനെ അറിയാം? നമുക്ക് വിഷയം മാറ്റാം. ഇവിടെ നമസ്തീരിട്ട് അത് ബസ്സിക്ക് അറിയില്ല. പുള്ളിക്കാരൻ ഞാനൊരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാനൊക്കെ വരുമോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് അയച്ചു. അതിന് പുള്ളി എനിക്ക് തന്ന റിപ്ലൈ എന്തായിരുന്നു? അതെ, ആ ഫണ്ടില്ലേ, ഞാൻ ഫണ്ട് വെറുതെ എല്ലാരും ട്രൈ ചെയ്യല. ലൈവിൽ തന്നെ അത് ചെയ്തത്. അത് വേറെ കാര്യം. ഞാനീ അല്ല, എനിക്കൊരു വീഡിയോ സെപ്പറേറ്റ് അയച്ചു തന്നു. അയച്ചു തന്നു. അത് ഞാൻ ലൈവിൽ തന്നെ അയക്കുന്നത്. പ്രണയിക്കാൻ താല്പര്യം ഉണ്ടോന്നൊരു എനിക്ക് നമ്പർ അയച്ചു തന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് എന്നെ പ്രേമിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാന്ന് ഞാൻ അപ്പൊ തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്തു. എന്റെ ലൈവിലുള്ളതെന്നല്ല, നിനക്ക് അറിയുന്നല്ലോ. എന്നിട്ട് അതെടുത്ത് ലൈവിലോട്ട് എനിക്ക് നിരത്തി നിന്നിട്ട് ആളുകൾ ചോദിക്കാം, തൊപ്പീനോട് ഇന്റർവ്യൂ ചെയ്തു, തൊപ്പീനെ വിളിച്ചോ. ഞാൻ സത്യത്തിൽ അന്ന് പേടിച്ചൊരു പേടി എന്താണെന്ന് അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈടെ നല്ല മാന്യനായിട്ട് വന്നിട്ട് രാത്രി പായിരാക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്യുന്നു, പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നൊന്നല്ല ഇത്. ഇത് ഞാൻ അനക്കാതെ ലൈവിൽ ആ ടൈം അങ്ങനെ തോന്നിയത്. ആ സമയത്ത് അങ്ങനെ ആയിരുന്നു, എനക്കാരും ഉണ്ടായിരുന്നില്ല. മനസ്സിലായി, ഭയങ്കര ഒറ്റപ്പെട്ടായിരുന്നു. അപ്പൊ എല്ലാരും ഞാൻ ട്രൈ ചെയ്യും. എല്ലാ പിള്ളേരും ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞ് നീ വന്നില്ലേ, അതും കഴിഞ്ഞു. അടിച്ച് പിടിച്ച് ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് അല്ലേ? ഞാന് സീനാണോ? നിന്നെ പറഞ്ഞ ഞാൻ സീനാന്ന് അങ്ങനെ ഒന്നും. അല്ല, ഇങ്ങനെ ഓരോരുത്തരൊന്ന് പറഞ്ഞു അതിനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ കൊറേ പേര് പറയുന്നുണ്ട്. ഞാൻ നോക്കലില്ല.